സ്പ്രിംഗ്ലർ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച തിരിച്ചടി മറയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ. കേസിന്റെ പഴക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ ഹർജികൾ കോടതി തള്ളിയത് എന്ന വി ഡി സതീശന്റെ അവകാശവാദം തെറ്റാണെന്ന് കോടതി ഉത്തരവ് പരിശോധിച്ചാൽ വ്യക്തമാകും. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ചീഫ് ജസ്റ്റിസ് എസ്.വി. ഭാട്ടിയെ അധിക്ഷേപിക്കുവാനും പ്രതിപക്ഷ നേതാവ് മുതിർന്നു. സ്പ്രിംഗ്ലർ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് തിരിച്ചടിയല്ല എന്ന് വ്യാഖ്യാനിക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രമം. വർഷങ്ങൾ കഴിഞ്ഞ കേസായതിനാൽ മാത്രമാണ് കോടതി ഹർജികൾ തള്ളിയതെന്നും തങ്ങളുടെ വാദം കോടതി അംഗീകരിച്ചുവെന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വ്യാഖ്യാനം. രണ്ട് കേസ് ടൈം ഡിലേഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ഫോണിൻ്റെ കേസും ക്യാമറയുടെ കേസും അത് റിജക്റ്റ് ചെയ്തത്. അത് ആയിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആ കേസ് എടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ്. ആ രണ്ട് കേസിലും ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. വൈകിപ്പോയി എന്നുവെച്ചാൽ അത് പദ്ധതി പൂർത്തിയായി. ആ സമയത്ത് ഇനിയിപ്പോൾ അത് എടുക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇത് ഇൻഫ്രക്ച്വസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോടതി കേസ് തള്ളിയത്. എന്നാൽ ആ വാദം വസ്തുതാവിരുദ്ധമാണെന്ന് ഉത്തരവ് പരിശോധിച്ചാൽ വ്യക്തമാകും. ജനുവരി 28-ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ 20ാമത് ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെ: സർക്കാരിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്താനായില്ല. ഡേറ്റ ദുരുപയോഗവും ഉണ്ടായിട്ടില്ല. ഡേറ്റ പങ്കിടുന്നതിനെക്കുറിച്ച് ചോദ്യമേ ഉയരുന്നില്ലെന്ന് ഉത്തരവിൻ്റെ 15ാം ഖണ്ഡികയിലുമുണ്ട്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം കോടതി ഉത്തരവ് പറഞ്ഞ കേസിലാണ് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങൾക്ക് പ്രതികൂലമല്ല ഉത്തരവ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. കരാറുമായി സർക്കാർ മുന്നോട്ട് പോയില്ലല്ലോ, സർക്കാർ എന്തിനാണ് പദ്ധതി പിൻവലിച്ചത് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയ ന്യായീകരണങ്ങൾ. എന്നാൽ വിവാദത്തിൽ മനം മടുത്ത് സ്പ്രിംഗ്ലർ എന്ന ബഹിരാഷ്ട്ര കമ്പനി പിൻവാങ്ങുകയായിരുന്നു എന്നത് പ്രതിപക്ഷ നേതാവിന് അറിയാത്തതല്ല. മറ്റൊരു കേസിൽ തനിക്കെതിരെ വിമർശനമുന്നയിച്ച ചീഫ് ജസ്റ്റിസിനെ അധിക്ഷേപിക്കാനും വി ഡി സതീശൻ മുതിർന്നു. പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന കോടതിയുടെ വിമർശനത്തെയാണ് ജഡ്ജി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അധിക്ഷേപിക്കുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.